നമ്മളെല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഫ്രെയിം മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. ലെൻസിന്റെ ബ്രാൻഡോ അതുപോലെ അതിന്റെ തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സെലക്ട് ചെയ്യാറില്ല. ലെൻസിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈ പവറുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സോഡ ഗ്ലാസ് പോലത്തെ കണ്ണാടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലെൻസിന്റെ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ തിക്നെസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇൻഡെക്സ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു -6 കാണിക്കുകയാണ്. ഇതിന് 1.5, 1.5, 5, 6, 6, 6, 7, 7.4 ഇങ്ങനെയാണ് ഇൻഡെക്സ് പോകുന്നത്. ഫൈബർ ലെൻസിൽ നമുക്ക് 7.4 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്ലാസ് ലെൻസിലേക്ക് വരുമ്പോൾ നമുക്കത് 1.9 വരെ അവൈലബിൾ ഉണ്ട്. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ 1.5 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ തിക്നെസ് 1.8 mm, എഡ്ജ് തിക്നെസ് 9.8 mm ആണ്. നേരെ നമ്മളത് 1.74ലേക്ക് എത്തുമ്പോഴത്തേക്ക് സെൻറ്റർ തിക്നെസ് 1.1 mm ആയി, എഡ്ജ് തിക്നെസ് 6.3 mm ആയി. അതായത് ഓൾമോസ്റ്റ് ഒരു 3 mm വ്യത്യാസം വന്നു. അതിപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ കാറ്റഗറീസ് വരുന്നുണ്ട്. അത് നമുക്ക് എത്രത്തോളം നമ്മളെ പവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരു നോർമൽ പവറുള്ള ആൾ, അതായത് ഒരു -1 വരെയൊക്കെ പവറുള്ള ആൾ പോയിട്ട് ഹൈ ഇൻഡെക്സ് ലെൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മാക്സിമം നമുക്ക് നോൺ ബ്രേക്കബിൾ വേണമെങ്കിൽ മാത്രം 1.6 ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 5.6 സെലക്ട് ചെയ്താൽ മതിയാവും. തിക്നെസ്സിൽ കാര്യമായ വേരിയേഷൻസ് ഒന്നും ഈ ഒരു നോർമൽ പവറിൽ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ പവർ ഹൈ പവറിൽ നമ്മളെ കുട്ടികൾക്ക് ക്ലാസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മളെ വിഷൻ ക്ലാരിറ്റിന്, അതായത് നമുക്ക് സൈഡുകളിലേക്കുള്ള വിഷൻ ക്ലാരിറ്റിയും അതുപോലെ നമുക്കുള്ള കോസ്മെറ്റിക് ലുക്കിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഒപ്റ്റീഷ്യനോട് ഈ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഫ്രെയിം മാത്രം സെലക്ട് ചെയ്താൽ പോരാ, ഗ്ലാസും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വിഷൻ മാർക്കിൻ്റെ പയ്യാവൂരിലോ ബ്ലാത്തൂരിലോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്.